നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 8th ഹൗസിൽ നിൽക്കുന്ന പ്ലാനറ്റ്സിൻ്റെയും അതിൻ്റെ നല്ല ഫലങ്ങളും മോശഫലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കാർമിക് ഡെപ്റ്റിൻ്റെ സൂചനകളെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ പല വീഡിയോസും ഇപ്പം നമ്മൾ നിരന്തരമായിട്ട് ഒരേ പാറ്റേണിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പം ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് ഇത് അടുത്തത് വരാൻ പോകുന്നത് ഇതായിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചില കമൻറ്റുകളും ചില മെസ്സേജുകളുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഞാൻ സ്വീകരിക്കുന്നു. അതാണ് സത്യം. അതെനിക്ക് അറിയാഞ്ഞിട്ടുമല്ല. പക്ഷേ നമ്മളിവിടെ പഠനമല്ലേ, ഇതിങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യത്തുള്ളൂ. ചെയ്തത് വെച്ചാൽ ഇനിയും വരുന്നവർക്കാണെങ്കിലും അവർക്ക് നോട്ട്സൊക്കെ ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഇത് കിടക്കുകയും ചെയ്യും. അത് തന്നെയല്ലേ ഇതിൻ്റെ ബാക്കപ്പുകൾ നമ്മളെടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ടാവും, ഒരു സ്റ്റോക്ക് പോലെ നമ്മുടെ അത് ഇരിക്കും. അപ്പോൾ അത് നമ്മളത് പഠിച്ചു പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുന്നവർക്ക് അതൊരു ഉപകാരമാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അസ്ട്രോളജി പഠിക്കുന്നവർക്കാണെങ്കിലും ഇന്നിപ്പോൾ അസ്ട്രോളജി പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിലും നാളെ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പോലും അതിനൊരു ബേസ് അവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തു പോകുന്നത്. ഇപ്പോൾ 1ാം ഭാവം കണ്ട് 2ാം ഭാവം കണ്ട് 3ാം ഭാവത്തെ മനസ്സിലാക്കി അങ്ങനെ 4, 5, 6, 7, 8 അങ്ങനെ വരുമ്പോൾ ഓരോ ഭാവത്തിൻ്റെയും കാര്യങ്ങൾ നമുക്ക് എല്ലാം ഒന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ സീരീസ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ എക്സൈറ്റ്മെൻറ്റ് കണ്ടൻറ്റ് കൊണ്ടുവന്നിട്ട്, കാരണം ഇപ്പം യുദ്ധത്തെ പറ്റിയൊക്കെ നടക്കുന്നൊരു കാലമാണ്. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആൾക്കാർ ധാരാളം ചെയ്യുന്നുണ്ട്. ഇനി എന്തായിരിക്കും ഫ്യൂച്ചർ, അടുത്ത വർഷം എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന മാസ്റ്റർ ക്ലാസ്സിലാണ്. ഈ വിഷയം, ഈ ജ്യോതിഷം എന്ന് പറയുന്ന വിഷയം പഠിക്കുക, അത് മനസ്സിലാക്കുക, അവരവർക്ക് അതിനെ പറ്റിയുള്ള ഒരു ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഈ ശാസ്ത്രം ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അപ്പം ജ്യോതിഷത്തിൽ 8ാം ഭാവത്തിൽ ആയുസ്സിൻ്റെയും നിഗൂഢതകളുടെയും രഹസ്യങ്ങളുടെയും ഭാവമാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി 3-4 ക്ലാസ്സിൽ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും ഡിപ്ലോമാറ്റിക് ഇടപെടലുകളുടെയും കാണിക്കലിൻ്റെയും വാക്കിൻ്റെയും ഒക്കെ 2nd ഓർഡർ നോളജിൻ്റെയൊക്കെ കാരകനായിരിക്കുന്ന ബുധൻ അഷ്ടമത്തിൽ നിന്നാൽ ബുദ്ധിശക്തിയെ ആഴത്തിൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും നിഗൂഢമായ വിഷയങ്ങളിൽ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വളരെ ലളിതമായിട്ട് ഇതിൻ്റെ ഗുണദോഷ കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ബുധൻ്റെ ശുഭഫലങ്ങൾ നോക്കാം. ദൃഷ്ടിയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ, അതുപോലെ തന്നെ സ്വന്തം നക്ഷത്രത്തിൽ ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവയാണ് ബുധൻ്റെ നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ, അഷ്ടമത്തിലാണെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി തന്നെ തുടങ്ങാം. ഒന്നാമത്തത് അഗാധമായിട്ടുള്ള ഗവേഷണ ബുദ്ധിയാണ്. 2nd ഓർഡർ നോളജാണ്. കാര്യങ്ങളെ ഉപരിപ്ലവമായിട്ട് കാണാതെ അതിൻ്റെ ആഴത്തിലേക്ക് പോകാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം. മനഃശാസ്ത്രം അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ്, കാൽക്കുലേഷൻ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും ഇവരവരുടെ കഴിവ് തെളിയിക്കും. പ്രത്യേകിച്ച് നിരീശ്വരവാദം അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ, അതായത് ഇടനില നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഈ ഡിപ്ലോമാറ്റിക് ഡീലിങ്ങുകൾ, രാഷ്ട്രത്തിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇടനില നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനും പ്രൊപ്പഗൻഡ മാധ്യമങ്ങളിലൂടെ തനിക്ക് വേണ്ട, തനിക്ക് ഇഷ്ടമുള്ള, അല്ല താൻ ആരിൽ നിന്നാണോ ധനം വാങ്ങിച്ചിട്ടുള്ളത്
അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ എഡിറ്റോറിയൽ ഏരിയകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ ഇലക്ഷനൊക്കെ നടക്കുന്നൊരു കാലമാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ, മാധ്യമങ്ങൾ, യുദ്ധമൊക്കെ നടക്കുമ്പം മറ്റ് രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ വളരെ അഗ്രസീവായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ യുദ്ധക്കളത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവിടെ യുദ്ധത്തിൻ്റെ കെടുതി നേരിടുന്നവർക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ആണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അവിടെ എങ്ങും പോവാതെ തന്നെ പലരുടെ അടുത്തും പല സോഴ്സുകൾ വഴി അറിഞ്ഞിട്ട് ഇവരുടേതായ ഒരു സ്റ്റോറി ഇവർ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതെന്ന് പറയുന്നത് 8th ഹൗസിൻ്റെ ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസും രാഹുവിൻ്റെ ഒരു കണക്ഷനും കൂടി അതിന് വരും. അപ്പം അഗാധമായിട്ടുള്ളൊരു ഗവേഷണ ബുദ്ധി ഇതിൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തേത് നിഗൂഢ വിദ്യകളിലെ താല്പര്യവും അറിവും. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ എക്സാമുകൾ പാസ്സാവാൻ വേണ്ടിയിട്ട് IAS IPS അല്ലെങ്കിൽ അങ്ങനെയുള്ള സിവിൽ സർവീസ് എക്സാമുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പറ്റീഷൻ എക്സാമുകളുണ്ടല്ലോ, പഠിച്ചെഴുതി ഒരു പ്രത്യേക മാർക്ക് മേടിക്കേണ്ട അങ്ങനത്തെ ഒരു മാനദണ്ഡമുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ വിജയിക്കാനുള്ള, ഇപ്പം വ്യാഴമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ജയിക്കില്ല. വ്യാഴത്തിന് അറിവുണ്ടാവും, സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലെവലെത്തും. പക്ഷെ അതിന് മുകളിലേക്ക് അവർക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു രീതികൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ടാവും, അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ജ്യോതിഷം, തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എക്സാമുകൾ വരുന്ന മേഖലകൾ, ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ, സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അത് അനലൈസ് ചെയ്യാനും, അതായത് മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ട് അനലിസ്റ്റുകളൊക്കെ ആയിട്ട് മാറത്തില്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള വൈദഗ്ധ്യങ്ങൾ, ഭൗതികപരമായിട്ടും ഉള്ള വൈദഗ്ധ്യങ്ങൾ ഈ പല മേഖലകളിൽ നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ അഷ്ടമത്തിലെ ബുധൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ദീർഘായുസ് ഒരു വലിയ ഫലമായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാചീനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ, പഴയ ഗ്രന്ഥങ്ങളിൽ പ്രമാണമായിട്ട് തന്നെ അഷ്ടമത്തിലെ ബുധന് പറയുന്നൊരു പ്രത്യേക ഗുണമായിട്ട് പറയുന്നത്. ചിലയിടത്ത് പറയുന്നത് വിദ്യാനാശം, അതുപോലെ തന്നെ ജോലിയിലെ തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ബുധനെ പറ്റി. എടുത്തുചാട്ടങ്ങൾ, ധൈര്യവും വീര്യവും ആയിട്ട് ആൾക്കാരോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പം എടുത്തു ചാടി പറയുന്നത്, അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി കുട്ടിയെപ്പോലെ ഇമ്മെച്യൂറായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ ബുധനെക്കുറിച്ച് പറയുന്നുണ്ട്. 8th ഹൗസ് ബുധനെ പറ്റിയിട്ട്, അതായത് ഒരു ഉത്തരവാദിത്തമില്ലാതെ പോകുന്നതൊക്കെ പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്, അതെനിക്ക് ചിലയിടത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധന് ആയുസ് കൂടുതലാണ് എന്ന് ചില ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഈ ജാതക പരിജാതകം പോലുള്ള ചില ഗ്രന്ഥങ്ങൾ അഷ്ടമത്തിലെ ബുധൻ്റെ കാര്യം പറയുമ്പം കൂടുതലായിട്ട് എടുത്തു പറയുന്ന ചില പുസ്തകങ്ങൾ, എനിക്ക് അതിൽ തന്നെ ആണോ ഓർമ്മയില്ല, പക്ഷേ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചതിനകത്ത് ഈ പഴയ ടെക്സ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തപ്പോൾ ഗ്രന്ഥം എഴുതാൻ ഞാൻ മറന്നുപോയി. അത് നിങ്ങൾ റെഫർ ചെയ്തോണം. പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധന് പൊതുവെ ജാതകന് ദീർഘായുസ് നൽകുന്നു എന്ന് ഉള്ളൊരു പഠനം ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടമാണ്. അഷ്ടമത്തിലെ ബുധൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വത്ത്, അല്ലെങ്കിൽ ഇൻഷുറൻസ്, അല്ലെങ്കിൽ പങ്കാളിയുടെ സമ്പത്തുകൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള ബന്ധങ്ങൾ വഴിയുള്ള സമ്പത്തുകൾ, സൗഹൃദങ്ങൾ വഴിയുള്ള സമ്പത്തുകൾ, കുട്ടിക്കളികളിലൂടെ കിട്ടുന്ന ചില സൗഹൃദങ്ങളും അത് നിമിത്തം ഉണ്ടാകുന്ന വളരെ സീരിയസ് അല്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ 8th ഹൗസ് ബുധൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. അടുത്തത് 8th ഹൗസിലെ ബുധൻ പൊതുവെ നല്ല കമ്മ്യൂണിക്കേറ്ററായിട്ടുള്ള ബുധൻ നിരീക്ഷിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, മിതഭാഷിത്വം. പൊതുവെ ബുധൻ നന്നായി സംസാരിക്കുന്ന ഒരു ഗ്രഹമാണ്. കാലപുരുഷൻ്റെ നിസർഗ രാശിചക്രത്തിൻ്റെ 3ാം ഭാവാധിപനും കൂടിയാണ് ബുധൻ. അപ്പം കമ്മ്യൂണിക്കേറ്ററാണ്. പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം കൃത്യമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും എന്നുള്ളതാണ് 8th ഹൗസ് ബുധൻ്റെ മറ്റൊരു പ്രത്യേകത. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്. ഇവരെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് ഇവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഇവരുടെ ഉള്ളിൽ നിന്നൊരു കാര്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ വലിയ പാടായിരിക്കും. പ്രത്യേകിച്ച് ബുധൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുകയും
അത് 8ാം ഭാവമായി വരികയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്നൊരു കാര്യം കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യവും ആണ്. ഇത്രയൊക്കെയാണ്. അത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാം. പല കാര്യങ്ങളും നല്ല സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പുറത്ത് പറയില്ല എന്ന് പറയുന്നതിനൊരു വലിയ ക്വാളിറ്റി അല്ലേ. നമുക്കിപ്പോൾ പലപ്പോഴും പലരോടും പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ചില ആൾക്കാർ മാത്രമാണ് കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ നമ്മളെ വിളിക്കും. ഇപ്പോൾ ജ്യോതിഷികൾ ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അത് പഠിക്കുന്നവരിത് മനസ്സിലാക്കണം. ചില ആൾക്കാർ ജസ്റ്റ് ഒരു ഹീലിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു തെറാപ്പി പോലെ ഒരു സെഷനൊക്കെ ആയിരിക്കും നോക്കുന്നത് ചില ആൾക്കാർക്ക്. അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കിതൊന്നും ഒരാളോട് പറയാൻ പറ്റില്ല. അവരുടെ ചില രഹസ്യ കാര്യങ്ങൾ, അവരെ വല്ലാണ്ട് അലട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ, അവരിലുണ്ടാക്കിയ മുറിവുകൾ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലോ ആരോടും പറയാൻ പറ്റത്തില്ല. കാരണം സാമൂഹിക വ്യവസ്ഥിതി അവരെ നെഗറ്റീവായിട്ട് വിധി എഴുതുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിലല്ല, എക്കാലഘട്ടത്തിലും അങ്ങനെയാണ്. സാമൂഹിക വ്യവസ്ഥയും വ്യക്തിജീവിതവും തമ്മിൽ പലപ്പോഴും ഒരുപാട് സംഘർഷങ്ങൾ പലപ്പോഴും വരും. സമൂഹത്തിൻ്റെ രീതിയിലൂടെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ തന്നെ സമൂഹത്തിൽ ഇത് ചെയ്ത് തെറ്റായല്ലോ എന്ന് പറയുന്ന പല സ്വഭാവങ്ങളും നമുക്കുള്ളിലുണ്ടാവും. നിയമത്തെ പേടിച്ചോ, നാട്ടുകാരെ പേടിച്ചോ, വീട്ടുകാരെ പേടിച്ചോ, ചുറ്റുപാടുകളെ പേടിച്ചോ ഒക്കെ ആയിരിക്കും പലതും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാത്തത്. വിഹിതമല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവും. നമ്മളാരും പൂർണ്ണരല്ലല്ലോ, മനുഷ്യരല്ലേ. പക്ഷേ അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചാൽ, ചിലത് വേദനയായാൽ, ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന അവസ്ഥ വരും. അങ്ങനെ കൺസൾട്ടേഷൻ എടുത്ത് തന്നെ വിളിച്ച പലരുമുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ എനിക്കത് തോന്നിയിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാളോട് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒരു വിഷയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരനുഭവമാണ്. അപ്പോൾ ആ ഒരു അനുഭവം പോലെ തന്നെ ഈ 8ൽ ബുധൻ ഉള്ള സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് വിശ്വസിച്ചൊരു കാര്യം പറയും, ഇടിച്ചിട്ടാലും അവരാരോടും ഇത് പറയില്ല. മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല വ്യക്തിയും കൂടെ ആണെങ്കിൽ, വ്യാഴമൊക്കെ ബലമായ ഒരു വ്യക്തിയും കൂടി ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് ഉപയോഗിക്കാനും നിൽക്കുകയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ. ഇനി നമുക്ക് ബുധൻ നെഗറ്റീവ് ഫലം നോക്കാം. കൺസ്യൂമേറ്റ് ലയറാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പം ബലഹീനനായ ബുധൻ പാപഗ്രഹങ്ങളാൽ പീഡിതനാവുകയോ, പഴയ ഒരു ലാംഗ്വേജ് അത്, പാപഗ്രഹങ്ങളാൽ പീഡിതനാവുകയോ, പാപഗ്രഹങ്ങളോടൊപ്പം നിൽക്കുകയോ, മൗഢ്യമായിട്ട് നിൽക്കുകയോ, ശനിയോടൊപ്പമോ അല്ലെങ്കിൽ കുജനോടൊപ്പമോ കേതുവിനോടൊപ്പമാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് നോക്കാം. അഷ്ടമമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ബുധൻ നാഡികളുടെ ത്വക്കിൻ്റെ ഒക്കെ ഗ്രഹമാണ്. അപ്പം ബുധൻ ആധിപത്യമുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം. അപ്പോൾ ആയില്യം നക്ഷത്രം സർപ്പങ്ങളുമായിട്ടും കുണ്ടലിനിയായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാണ്. ആശ്ലേഷ എന്ന് പറയുന്നത് സർപ്പബലിയൊക്കെ നടത്തുമ്പോൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സർപ്പബലിയൊക്കെ നടത്തുമ്പോൾ ഏതുപോലെയാണോ ആശ്ലേഷ നക്ഷത്രത്തെ സർപ്പങ്ങൾ അനുഗമിക്കുന്നത്, അതുപോലെ തന്നെ ഈ പത്മത്തിൽ വന്ന് ഹവിസ് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്ന സ്തുതികളുണ്ട് വൈദികപരമായിട്ടുള്ള രീതിയിൽ സർപ്പബലി കഴിക്കുന്ന സമയത്ത്, സർപ്പബലിയുടെ അവസാന ഭാഗത്ത്. അപ്പം അവിടെയൊക്കെ നമുക്ക് ഈ ഒരു നാഡിയുടെ അതിന് മോശമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോ ഇഷ്യൂസ്, അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്ന് വിശദമായിട്ട് നോക്കാം. നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ബുധൻ നാഡികളെ പ്രതിനിധീകരിക്കുന്നതിനാൽ നാഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന, നെർവ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്. 6ാം ഭാവമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, 8ാം ഭാവമായിട്ടൊക്കെ ചിന്തിക്കുമ്പം നോക്കാം. അപ്പോൾ അമിത ചിന്ത മൂലമുണ്ടാകുന്ന മാനസിക ഉത്കണ്ഠയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോ, നാഡീ സംബന്ധമായിട്ടുള്ള നെർവ്സ് ഇഷ്യൂസ് അല്ലെങ്കിൽ നെർവ്സ് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. രണ്ടാമത്തത് ബ്രെയിനിൻ്റെ ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂറോ ഇഷ്യൂസ് അല്ലെങ്കിൽ ന്യൂറോ വിഭാഗവുമായിട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങളത് കൂടുതലായിട്ട് പഠിക്കണം. ന്യൂറോട്ടിക് ഡിസീസസുകൾ എല്ലാം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ നോക്കണം. അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കിതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നൊരു കാര്യമാണ്. സയൻസാണ്, അപ്പോൾ ഇവിടെ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്കാരെയും ബോധിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ, ഇന്നത്തെ ഒരു ജനറേഷൻ പറയുന്നൊരു കാര്യം, സയൻറ്റിഫിക്കലി ഇതാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കണം. ഇതെല്ലാം മനുഷ്യൻ കണ്ടെത്തിയത് തന്നെയാണ്. ഓരോരുത്തർക്കും ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പല മെത്തേഡുകളിൽ പല കാര്യങ്ങളിൽ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം ഇത്
ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ പഠിക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ യുക്തിയാണ്. ഇത് യുക്തി മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിൽ ഇത് പോവാം. പക്ഷേ നമ്മളിത് പറയണമെന്നോ ആരെയും ബോധിപ്പിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഈ പല സാധനങ്ങളും ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നേഴ്സുമായിട്ടൊക്കെ വിഷയമുള്ള രോഗങ്ങൾ, അതിൻ്റെ ഡിസീസുകൾ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയും അത് അങ്ങനെ വരുന്ന ആൾക്കാരുടെ ഗ്രഹനിലയൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. രണ്ടാമത്തത്, പൊതുവെ പല ഗ്രന്ഥങ്ങളിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. അഷ്ടമത്തിലെ ബുധൻ വിദ്യാഭ്യാസ തടസ്സങ്ങൾ, പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ വരാനോ അല്ലെങ്കിൽ ഏകാഗ്രത കുറയാനോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളോ ആങ്സൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എപ്പോഴും വരാനുള്ള ഒരു സാധ്യതകൾ ഇവർക്കുണ്ടാകും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 8ലെ ബുധന് 5ാം ഭാവമായിട്ടോ ശുക്രനുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധം വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഒന്നിനു പുറകെ പ്രണയപരാജയങ്ങളുണ്ടായിട്ട് ഒരു തോൽവി, ഒരു ഭയങ്കര ആങ്സൈറ്റിയും ഭയങ്കര മാനസിക പ്രശ്നങ്ങളും മരുന്നൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയും ബൈപ്പോളർ ആ ഒരു ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ത്വക്ക് രോഗങ്ങളാണ്. തൊലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ഇതെല്ലാം ആണ്. അപ്പം ഈ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബുധന് രാഹു ബന്ധം വരുമ്പോൾ, കേതു ബന്ധം വരുമ്പം ഈ ത്വക്ക് രോഗങ്ങളോ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അടുത്തത്, അഷ്ടമത്തിലെ ബുധൻ്റെ വേറൊരു മോശ സ്വഭാവം, എനിക്കിഷ്ടമല്ലാത്തൊരു സ്വഭാവം ഞാൻ പറയാം. സ്വന്തം അടുത്ത അഷ്ടമത്തിലെ ബുധൻ്റെ എനിക്കിഷ്ടമല്ലാത്തൊരു സ്വഭാവം ഞാൻ പറയാം. ഒരു കൗശല ബുദ്ധിയാണ്, കൺസ്യൂമേറ്റ് ലയർ എന്നാണ് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ബോധപൂർവമുള്ള കള്ളത്തരങ്ങൾ, സ്വന്തം ബുദ്ധിശക്തി മറ്റുള്ളവരെ ചതിക്കാനോ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ സാഹചര്യങ്ങളെയും ചിന്താരീതികളെയും ചുറ്റുപാടുകളെയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ രഹസ്യമായിട്ടോ തെറ്റായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാനുള്ള പ്രവണതകൾ, ഇതെല്ലാം തന്നെ ബുധൻ അഷ്ടമത്തിൽ മോശമായി നിന്നു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതകളുണ്ട്. വളരെ ചുമ്മാ അതൊക്കെ കള്ളം പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ്, ഇപ്പം ഈ അടുത്ത സമയത്ത് ഞാനൊരാളുടെ ആദ്യം ജ്യോതിഷം നോക്കാനാണ് പുള്ളി വന്നത്. വന്നതിന് ശേഷം പൈസയൊക്കെ അടച്ചെടുത്തതിന് ശേഷം പുള്ളി നിങ്ങളെങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത്. ഞങ്ങൾ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിത്തിര തിരുനാളിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു അവാർഡ് തരാൻ പോകുന്നു, സ്വാതി തിരുനാളിൻ്റെ പേരിലോ ചിത്തിര തിരുനാളിൻ്റെ പേരിലോ ഒരു അവാർഡ് തരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബുധൻ്റെ കാലഹോര ഉദിച്ചു നിന്ന സമയത്താണ് പുള്ളി വിളിച്ചതും. അതുപോലെ തന്നെ ബുധൻ അഷ്ടമത്തിലായിരുന്നു. അപ്പോൾ എനിക്കിതൊരു സംശയം, പുള്ളി പറഞ്ഞ ജാതകം കറക്റ്റ് ആണെങ്കിൽ പുള്ളിക്ക് 8ൽ ബുധനാണ്. അത് തന്നെയല്ല, ബുധൻ്റെ കാലഹോരയും ആ സമയത്ത് ഉദിച്ചു നിന്ന ഗ്രഹനിലയിൽ, അപ്പോൾ വിളിച്ച സമയത്ത് ഉദിച്ചു നിന്ന ഗ്രഹനിലയിൽ ബുധൻ അഷ്ടമത്തിലും ബുധൻ്റെ കാലഹോരയും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്കിതൊരു സംശയമായിട്ട് ഞാൻ ഡീറ്റെയിൽസ് മൊത്തം വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് തിരുവനന്തപുരത്ത് കൊട്ടാരവുമായിട്ട് പാലസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊന്ന് അന്വേഷിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കൊടുത്ത് അപ്പോൾ അത് അന്വേഷിച്ചു. ലാസ്റ്റ് മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, കാശടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് അവരത് വേണ്ടതുപോലെ പരാതിയോ മറ്റോ കാര്യങ്ങളുമായിട്ട് അത് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൗശല ബുദ്ധിയിലൂടെ മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിച്ച് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, ബാങ്കിനെ പറ്റിച്ച്. ഇപ്പോൾ ഗൾഫിലൊക്കെ ഞാൻ അങ്ങനെ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ അതൊരു കമ്പനിയായിട്ട് തുടങ്ങുന്നു എന്നുള്ള പേരിൽ തുടങ്ങി ഓഫീസെല്ലാം ആക്കിയിട്ട് ബാങ്കിൽ നിന്നും ഒരു വൻ തുക കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ലോണായിട്ട് വാങ്ങിച്ചിട്ട് എന്നിട്ട് കമ്പനി ഇട്ടിട്ട് മുങ്ങുക, ആ പൈസയും കൊണ്ട് മുങ്ങുക. ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ ഈ ബുധൻ 8ൽ നിന്നാൽ ഇങ്ങനൊരു കൗശല പരിപാടികൾ കാണും. ഇതിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൻ്റെ സാധാരണ ലെവലും ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞ്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു ഗ്രഹനിലയിൽ അനവധി സാധ്യതകളുണ്ടാവും. അപ്പോൾ അത് നിൽക്കുന്ന നക്ഷത്രം, യോഗം ചെയ്ത ഗ്രഹങ്ങൾ, ഇതെല്ലാം പല ഘടകങ്ങൾ ഇതിനകത്തുണ്ടാവും. അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ വേണ്ടതുപോലെ കണ്ടെത്തിക്കൊള്ളുക. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധങ്ങളിലെ വിള്ളലുണ്ടാക്കുന്നതാണ് അനാവശ്യമായ സംശയ സ്വഭാവം മൂലം ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ അകൽച്ചയുണ്ടാകുക. എല്ലാത്തിനും ഒരു ഡിറ്റക്റ്റീവ് മെൻറ്റാലിറ്റിയിൽ അനലൈസ് ചെയ്തിട്ടിങ്ങനെ പറയുക. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ഈ രവിയും ബുധനും കൂടെ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈഗോ ഹർട്ട് ചെയ്തിട്ട്
ഉണ്ടാകുന്ന വിഷയങ്ങൾ. ഇപ്പോൾ 2 ദിവസം മുമ്പ് എനിക്കൊരു കൺസൾട്ടേഷൻ അനുഭവമുണ്ട്. അപ്പം എന്നെ വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരിക്ക് അഷ്ടമത്തിൽ ബുധനാണ്, രവിയുമാണ്. രവിക്കാണ് ഏറ്റവും ബലവും. രവിയുടെ നക്ഷത്രത്തിലുമാണ് നിൽക്കുന്നത്. ബുധൻ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഉത്രാട നക്ഷത്രത്തിലാണ് രവി നിൽക്കുന്നത്. അവിടെ തന്നെ ബുധന് നിൽപ്പുണ്ട്. ഈ കൊച്ച് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് വെറുതെ, അതായത് എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് വരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ ഈഗോ ഹേർട്ട് ചെയ്തു. ഇപ്പം നമ്മളെ വിളിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ അത് സ്വീകരിക്കാം, ചിലപ്പോൾ അവർക്ക് തിരസ്കരിക്കാം. പക്ഷേ നമ്മളെ വിളിച്ചാൽ നമുക്കറിയാവുന്ന, നമ്മുടെ അടുത്ത് ആ ഒരു ഗൈഡൻസിന് വേണ്ടിയാണ് വിളിക്കുന്നതെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. പക്ഷേ അതിനത് ഇഷ്ടമാവാതെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും മലയാളം പറയുന്നതും ഇംഗ്ലീഷ് പറയുന്നതും ഒക്കെ പല കാര്യങ്ങളും വാക്കുകൾ തെറ്റാണ്. നിങ്ങളുടെ സെൻറ്റൻസ് ഫ്രേസ് മോശമാണ്. നിങ്ങളുടെ പ്രസൻറ്റേഷൻ അത്ര പോരാ. നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പം കസേരയിലിരുന്ന് ആടും, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് ഞങ്ങൾ നമ്മുടെ ഒരു പഠിക്കുന്ന കുട്ടികളെല്ലാം ഇവിടെ ആശ്രമത്തിലുള്ളവരാണെങ്കിലും ഗുരുകുലത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ചേർന്നിരുന്നിട്ട് ആ ഓഡിയോ ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വെച്ചും ആക്ച്വലി അവരെവിടെയാണ് ട്രിഗർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ രവിയുടെ കാരകത്വത്തിലുള്ള ഒരു വിഷയം പറഞ്ഞ സമയത്ത് അപ്പോൾ അവർ ഒരുപാട് കോഴ്സുകൾ, ഒരു 4-5 വിഷയത്തിലെ റിസർച്ചുകൾ, ഒരുപാട് ഡിഗ്രികളൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അതിന് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞത് കാര്യം, ഞാൻ ഈ സി വി കാണിക്കുമ്പം വലിയ റെസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ വട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാനിതെല്ലാം ഇരുന്ന് കേൾക്കും. അപ്പോൾ അങ്ങനെ ട്രിഗർ ചെയ്ത സമയത്ത് എവിടെയോ ഹേർട്ടായതുകൊണ്ട് അതിനാകപ്പാടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നെ താഴ്ത്തി കെട്ടുക, അല്ലെങ്കിൽ ഒന്നുമല്ലാത്തതാണെന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും. ഇപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് കുറവുകൾ എനിക്കുണ്ടെന്നുള്ളതും. പൂർണ്ണതയില്ലാത്ത ഒരു മനുഷ്യൻ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ ഇടയിൽ എൻ്റെ നിയോഗമായിട്ടുള്ള ഈ വിഷയം അവതരിപ്പിക്കുമ്പം എനിക്ക് പൂർണ്ണതയില്ലാത്തത് കൊണ്ട്, ഞാൻ ഋഷിയല്ലാത്തത് കൊണ്ട് ആ കുറവുകൾ ഈ സബ്ജക്റ്റുകളിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ആ ഉറപ്പോടുകൂടി തന്നെയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതെന്നിട്ടും ഞാൻ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഇപ്പോഴത്തെ തലമനുസരിച്ച് എനിക്ക് 100% ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഇത് നാളെ ചിലപ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, എൻ്റെ അറിവ് കൂടുമ്പം ചില സമയത്ത് ഇതിൽ നിന്ന് മാറ്റം വന്നേക്കാം. അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു തുടക്കമായിരിക്കും എന്നുള്ളതാണ്. ഒരു തുടക്കം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ആശാമ്പള്ളി ക്ലാസ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിലെ ക്ലാസ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ജ്യോതിഷം പോലെയുള്ളൊരു വാസ്റ്റ് ഓഷ്യനിൽ ഇറങ്ങുന്ന നമുക്ക് ഒരു തുടക്കം എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവങ്ങളും ഇൻസിഡൻസും ഓരോ ഗ്രഹനിലകളും എനിക്ക് കാണുന്ന സാഹചര്യങ്ങളും ഒക്കെ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പം ബന്ധങ്ങളിലെ വിള്ളലുകൾ, കൗശല ബുദ്ധി, ത്വക്ക് രോഗങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ കാലത്ത് അഷ്ടമത്തിൽ ബുധനുള്ളവർക്ക് ഒരു മികച്ച ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാവാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ കൗൺസിലർമാരാവാനുള്ള യോഗം ഉണ്ടാവും. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന ഡാറ്റകൾ എടുക്കാൻ, പുറത്തു കൊണ്ടുവരാനൊക്കെയുള്ളൊരു ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. അങ്ങനെ ഈ രഹസ്യമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളൊരു കഴിവ് ഉണ്ടാവും. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് ഏത് രാശിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും കൂടെ മനസ്സിലാക്കി, ദശാകാലവും കൂടെ മനസ്സിലാക്കി, അവർ ഇൻട്രസ്റ്റും കൂടെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ല രീതിയിലേക്ക് വഴിതിരിച്ച് വിടാൻ നോക്കുക. അല്ലെങ്കിൽ സ്വയം ഇത് ജാതകം പഠിക്കുന്ന ആളാണെങ്കിൽ, ലിറ്റിൽ ബുധനാണെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നും. അപ്പം സ്വയം ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ പിന്നെ ആര് മാറ്റും? നമ്മുടെ കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റും? നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതിൻ്റെ പേരാണ് തപസ്.
എന്നുള്ളത് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അതും കഠിന തപസ്സാണ്. ഏത് സാധനം ചെയ്താലും വ്യക്തിത്വത്തിന് വികസനം ഉണ്ടാകുക എന്നുള്ളതാണ്. കർമ്മിക് ഡെപ്റ്റ് റിലീസാകുമ്പം പ്യൂരിറ്റിയാണ് ഉണ്ടാകുന്നത്. പ്യൂരിറ്റി ഹ്യൂമാനിറ്റിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണ്. ആ പ്യൂരിറ്റി വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. സത്യമാണത്. സത്യം ഈശ്വരനാണ് എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബുധനെക്കുറിച്ചുള്ള അഷ്ടമത്തിലെ ബുധനെക്കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.